ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ 4th യൂണിറ്റ് ആണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസ് ആൻഡ് റോൾ ഓഫ് ടീച്ചേഴ്സ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ടീച്ചേഴ്സിന്റെ റോൾ എന്തൊക്കെയാണ് ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതില്, കമ്മ്യൂണിറ്റീന്റെ റോൾ എന്തൊക്കെയാണ്, സ്കൂളിന്റെ റോൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ദ സെക്ഷൻ വിത്ത് ദ ഇൻട്രൊഡക്ടറി പാർട്ട്. Over 1 billion children go to school daily around the world. നമ്മളെ ലോകത്ത് പഴയ പോലെയൊന്നും അല്ല അല്ലെ, ഇപ്പൊ ഒരുവിധം കുട്ടികളെല്ലാവരും സ്കൂൾ എഡ്യൂക്കേഷൻ അറ്റൈൻ ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്ന കുട്ടികളാണ്. സോ ഏകദേശം 1 ബില്യൺ കുട്ടികളാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് സിറ്റുവേഷനിൽ ഡെയിലി സ്കൂളിൽ പോകുന്നത്. ഐഡിയലി സ്കൂൾസ് ഹെൽപ് ചിൽഡ്രൻ ലേൺ, ഗ്രോ ആൻഡ് ഇംപ്രൂവ് ദെയർ ലൈഫ്സ്. ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വഴി അവർക്ക് വളരാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അവരുടെ ഒരു ഓവറോൾ വെൽബീയിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാനും എല്ലാ കുട്ടികൾക്കും സാധിക്കുന്നുണ്ട്. However, many children face problems like poor infrastructure, extreme temperatures or bad sanitation, lack of qualified teachers and proper curriculum, discrimination, harassment, violence, etc. അതായത് ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അവർക്ക് എല്ലാ തരത്തിലുള്ള വളർച്ചയും കിട്ടുമെങ്കിലും ഒരു വിഭാഗം കുട്ടികൾ ഇപ്പോഴും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ പറഞ്ഞ പുവർ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് പോവർട്ടി കാരണം വീടുകളെല്ലാം ഒരു മരത്തിന്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ടെന്റിലെല്ലാം ജീവിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സിൽ, അത് ചൂടാവാം തണുപ്പാവാം, അതുപോലെ തന്നെ വൃത്തി കുറവുള്ള ഏരിയാസിൽ ക്വാളിഫൈഡ് ടീച്ചേഴ്സിനെ കിട്ടാത്ത സാഹചര്യം, പ്രോപ്പർ കരിക്കുലം അവർക്ക് ഇല്ല, ഡിസ്ക്രിമിനേഷൻ, ഹറാസ്മെന്റ്, പലതരത്തിലുള്ള അബ്യൂസുകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും നമ്മുടെ ചുറ്റിലും ഉണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ. ഈ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ആൻഡ് വാട്ട് ഇസ് ദിസ് കൺസെപ്റ്റ്. ഇനി ഒരു കുട്ടികളുടെ റൈറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യുന്നതിൽ ടീച്ചേഴ്സിന്റെ റോൾ എത്രത്തോളം ആണ്, നമ്മൾ ഈ ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. Creating space and opportunities for children to participate and express their voice. ഇനി നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെ കേൾക്കാൻ അല്ലെങ്കിൽ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, ചൈൽഡ് റൈറ്റ് ക്ലബ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, വാട്ട് ഇസ് ദ റോൾ ഓഫ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, ഇങ്ങനത്തെ ഒരുപാട് ടോപ്പിക്സ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട് ദ കൺസെപ്റ്റ് വിത്ത് വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ. എന്താണ് ഈ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്? നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവര് വളരെ സേഫ് ആയിരിക്കണം അല്ലെ. നമ്മൾ പാരന്റ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണ്, കുട്ടികൾക്ക് ഒരു സേഫ് അറ്റ്മോസ്ഫിയർ വേണം, ഹെൽത്തി ആയിട്ട് അവർക്ക് വളരാൻ സാധിക്കണം, അവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. രാവിലെ നമ്മൾ വിട്ട് കഴിഞ്ഞ് വൈകിട്ട് വരുന്നത് വരെ അവർ സ്കൂളിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളൊരു സമാധാനം ഉണ്ട് അല്ലെ. അതുപോലെ എല്ലാ കുട്ടികൾക്കും ഈക്വൽ ചാൻസ് കിട്ടണം. എന്തിനു വേണ്ടിയിട്ട്? പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങളെല്ലാം ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറയുന്നത്. സേഫ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം, ആൻഡ് ദർ ഷുഡ് ബി എ ചാൻസ് ടു ലേൺ ഈക്വലി ഫോർ എവ്രി വൺ. ഇറ്റ് റെസ്പെക്ട്സ് ദ റൈറ്റ് ഓഫ് എവ്രി ചൈൽഡ്. എല്ലാ കുട്ടികളുടെയും എന്താ പറയാ, കുട്ടികളുടെ റൈറ്റ്സ് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ് അല്ലെ. ഇറ്റ് സപ്പോർട്ട്സ് ലേണിംഗ് ആൻഡ് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകുന്നത് വഴി ഓവറോൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാനും എല്ലാ തരത്തിലുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. It is inclusive, gender sensitive and focused on quality education. എന്താ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ സിനാരിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതായത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ, സ്പെഷ്യൽ കിഡ്സ് നമ്മൾ പറയും. അത്തരം കുട്ടികളെ നമ്മൾ നമ്മുടെ ഒരു നോർമൽ സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു നോർമൽ സ്കൂൾ സെറ്റപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ജെൻഡർ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ജെൻഡർ ഇനിക്വാളിറ്റി ഉണ്ടാവാൻ പാടില്ല. ആൻഡ് നമുക്കൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് പ്രൊട്ടക്ട്സ് ചിൽഡ്രൻസ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഒരു കുട്ടിയുടെ ഫിസിക്കലി ഉള്ള അതുപോലെ തന്നെ മെന്റലി ആ കുട്ടി നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും, ആ കുട്ടിയുടെ ഇമോഷണൽ ഹെൽത്ത് ഏറ്റവും പോസിറ്റീവ് ആക്കുക. ഈ കാര്യങ്ങളെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ
ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ 6 essential aspects of child friendly school environment? ഇനി ഇതൊരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ ആണെന്ന് നമുക്ക് ചുമ്മാ അങ്ങനെ വാദിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിന് കാരണമായിട്ടുള്ള 6 essential aspects തന്നെ ഓരോന്നും എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ചിൽഡ്രൻ. എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കണം അല്ലെ. ഒരു കുട്ടീനെ നമ്മൾ ഡിസ്ക്രിമിനേഷന്റെ ബേസിസിൽ നമുക്ക് ലെഫ്റ്റ് ഔട്ട് ചെയ്ത് നിർത്താനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ സാധിക്കില്ല. എല്ലാ കുട്ടികൾക്കും എല്ലാ സ്ഥലത്തും ഈക്വൽ ചാൻസസ് കൊടുക്കാം. എസ്പെഷ്യലി പാവപ്പെട്ടിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. അവർക്ക് നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ഈക്വൽ ചാൻസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. അതിനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. Everyone is welcomed and supported. എല്ലാ കുട്ടികൾക്കും ഈക്വൽ റൈറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് എസെൻഷ്യൽ ആസ്പെക്ട്. നെക്സ്റ്റ്, എഫക്റ്റീവ് ഫോർ ലേണിംഗ്. അതായത് നമ്മുടെ പഠനം ഏറ്റവും രസകരമാക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പല തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ചുമ്മാ ഒരു ലെക്ചറിങ് മെത്തേഡ് അല്ലാതെ തന്നെ ക്ലാസ് റൂം വളരെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. എൻകറേജസ് ചിൽഡ്രൻ ടു ബി ആക്റ്റീവ് ആൻഡ് ക്യൂരിയസ് ലേണേഴ്സ്. നമ്മൾ അത്തരം മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള ഉപകാരം എന്താന്ന് വെച്ചാൽ കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അല്ലെ. അത് ഏത് പീരീഡ് ആണെങ്കിലും, ഇപ്പൊ 7th പീരീഡ് ആണെങ്കിലും ഫസ്റ്റ് പീരീഡ് ആണെങ്കിലും നമുക്ക് കുട്ടികളെ വളരെ ആക്റ്റീവ് ആയിട്ട് ഇരുത്താൻ സാധിക്കണം. ക്യൂരിയസ് ആയിട്ടുള്ള ലേണേഴ്സ് ആക്കാൻ സാധിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെയെല്ലാം ടീച്ചേഴ്സിന് വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടീച്ചേഴ്സിന് വെൽ ട്രെയിൻഡ് ആയിരിക്കണം. ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്സും ടീച്ചേഴ്സിന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വർക്ക് ഉണ്ടായിരിക്കും. കുട്ടികളുടെ ഇടയിൽ റെസ്പെക്ട് ഉണ്ടായിരിക്കും, കോപ്പറേഷൻ ഉണ്ടായിരിക്കും. കുട്ടികൾ വളരെ വളരെ ഹാപ്പി ആയിരിക്കും. അവർക്ക് തന്നെ അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒരു ഫൺ വേയിലെല്ലാം ലേൺ ചെയ്യാനും എല്ലാം കുട്ടികൾക്ക് സാധിക്കും അല്ലെ. പ്രൊവൈഡ്സ് എ സേഫ്, ക്ലീൻ ആൻഡ് ഹാപ്പി പ്ലേസ് ടു സ്റ്റഡി. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഹാപ്പി പ്ലേസ്, ഒരു ഹാപ്പി ക്ലാസ് റൂം ആക്കാൻ വേണ്ടി നമുക്ക് ടീച്ചേഴ്സിന് സാധിക്കണം. ഓക്കെ. നെക്സ്റ്റ്, ഹെൽത്തി ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫോർ ചിൽഡ്രൻ. നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് വളരെ സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും അവിടെ ലേൺ ചെയ്യാനും ജീവിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ സ്കൂളിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വി ഹാവ് ടു പ്രൊവൈഡ് എ ക്ലീൻ വാട്ടർ, ടോയ്ലറ്റ് ആൻഡ് ഗുഡ് ഹെൽത്ത് പ്രാക്ടീസസ്. ഷുഡ് ബി ഫ്രീ ഫ്രം ഡ്രഗ്സ്, ഫിസിക്കൽ പണിഷ്മെന്റ് ആൻഡ് ഹറാസ്മെന്റ്. ഡ്രഗ് ഉപയോഗങ്ങളോ മറ്റ് അബ്യൂസ് അല്ലെങ്കിൽ ഹറാസ്മെന്റ്സ്, ഫിസിക്കൽ പണിഷ്മെന്റ് കൊടുക്കുക, ഇതൊന്നും ഒരു നല്ല സ്കൂളിൽ ഉണ്ടാവാൻ പാടില്ല. ഗുഡ് ഹെൽത്ത് പ്രാക്ടീസ് എന്തൊക്കെയാന്നുള്ളത് കുട്ടികളിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ഓഫേഴ്സ് ഹെൽത്ത് സർവീസ് ലൈക്ക് ന്യൂട്രീഷൻ ആൻഡ് കൗൺസിലിംഗ്. എന്ത് പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം, നല്ല ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. ടീച്ചേഴ്സ് ചിൽഡ്രൻ ഹെൽത്ത് റിലേറ്റഡ് ലൈഫ് സ്കിൽ. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നമുക്കൊരു അവയർനെസ് കൊടുക്കാൻ പറ്റണം. എന്താണ് ഒരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ബെറ്റർ ലൈഫ് സ്കിൽ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് കുട്ടികൾക്ക് വളരെ നല്ലൊരു അവയർനെസ് പ്രോഗ്രാംസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് വൺ, ജെൻഡർ സെൻസിറ്റീവ്. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ ബോയ്സ് ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇനിക്വാളിറ്റി ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നമുക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ടീച്ചേഴ്സ് അത് സപ്പോർട്ട് ചെയ്യണം അല്ലെ. വർക്ക്സ് ടു റിമൂവ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. ഈ ഒരു ആൺ പെൺ എന്നിട്ടുള്ള ആ ഒരു കാറ്റഗറൈസേഷൻ റിമൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. മേക്ക് ഷുവർ സ്കൂൾസ് ആർ ഫ്രണ്ട്ലി ഫോർ ഗേൾസ് ഫ്രം ക്ലാസ് റൂംസ് ടു ടെക്സ്റ്റ് ബുക്ക്. കുട്ടികൾക്ക് സ്കൂൾ എന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാപ്പി പ്ലേസ് ആക്കാൻ സാധിക്കണം അല്ലെ. ടീച്ചേഴ്സ് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് ആർ ഇൻ സേഫ്, റെസ്പെക്ട്ഫുൾ ആൻഡ് നോൺ വയലന്റ് വേ. റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇരിക്കാനും വളരെ സേഫ് ആയിട്ട് ഇരിക്കാനും ഒരു ഗേളിനും അതുപോലെ തന്നെ ബോയ്ക്കും എന്താ പറയാ അവകാശമുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലേണിങ്സും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇൻവോൾവ് വിത്ത് ചിൽഡ്രൻ, ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഇനി ഒരു നല്ല ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറയുമ്പോൾ
കുട്ടികളെ മാത്രം ഇൻവോൾവ് ചെയ്താൽ മതിയോ? ഇല്ല, ഫാമിലീസിനെയും കമ്മ്യൂണിറ്റീനെയും എല്ലാം ഇൻവോൾവ് ചെയ്യണം അല്ലെ. കുട്ടികള് സ്കൂളിൽ നടക്കുന്ന പല ആക്ടിവിറ്റീസിലും ടേക്ക് പാർട്ട് ചെയ്യാനുള്ള ചാൻസ് കുട്ടികൾക്ക് കൊടുക്കണം. ഡിസിഷൻ മേക്കിങ്ങിലും കുട്ടികളെ എന്താ പറയാ വളരെ ആക്റ്റീവായിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അത് കുട്ടികളെ എല്ലാ തരത്തിലും എൻകറേജ് ചെയ്യിപ്പിക്കും. ഫാമിലീസ് ആർ വെൽക്കം ടു ജോയിൻ സ്കൂൾ ഇവന്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. സ്കൂളിന്റെ അണ്ടറിൽ എന്ത് ഇവന്റ്സ് നടക്കുകയാണെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുകയാണെങ്കിലും ഫാമിലീസിനെ വെൽക്കം ചെയ്യണം അല്ലെ. ബിൽഡ് സ്ട്രോങ് കണക്ഷൻസ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി. നമ്മുടെ സ്കൂള് തമ്മിലും കമ്മ്യൂണിറ്റിയും തമ്മിൽ ഒരു നല്ലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, ഒരു നല്ലൊരു സ്ട്രോങ് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കണം. ഹെൽപ്പ് സോൾവ് ലോക്കൽ പ്രോബ്ലംസ് ടുഗെദർ ആൻഡ് കീപ്സ് ഗുഡ് റിലേഷൻഷിപ്പ്. ഇനി എന്ത് പ്രോബ്ലംസ് വരികയാണെങ്കിലും അത് ഒരുമിച്ച് സോൾവ് ചെയ്യാനും നല്ല റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാനും സാധിക്കണം. ഇതെല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂളിന്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് 6th വൺ ആണ് എഫക്റ്റീവ് ആൻഡ് ഹൈ ക്വാളിറ്റി ലേണിംഗ് എൻവയോൺമെന്റ്. പ്രൊമോട്ട് ആക്റ്റീവ് ലേണിംഗ് വേർ ചിൽഡ്രൻ പാർട്ടിസിപ്പേറ്റ് മോർ. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ സാധിക്കണം. കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂലേ ഈ ഒരു കൺസെപ്റ്റിൽ. ടീച്ചേഴ്സ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് റാദർ ദാൻ ജസ്റ്റ് മെമ്മറൈസിങ്. കുട്ടികളെ ജസ്റ്റ് നമ്മൾ ഒരുപാട് കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്ത് അവർ ജസ്റ്റ് ഓർമ്മിച്ചെടുക്കുക അല്ലെങ്കിൽ ഓർമ്മയിൽ നിർത്തുക എന്നതിൽ ഉപരി ലേണിംഗ് ബൈ ഡൂയിങ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അല്ലെ. അപ്പൊ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളതിലാണ്, ജസ്റ്റ് വെറുതെ മെമ്മറൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ള കൺസെപ്റ്റിലല്ല. ഇംപ്രൂവ്സ് ടീച്ചിങ് സ്കിൽസ് ആൻഡ് മേക്സ് ലേണിംഗ് മോർ ഫൺ ആൻഡ് മീനിങ് ഫുൾ. ഒരുപാട് ടീച്ചിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കണം, പഠനം വളരെ രസകരമാക്കാനും അർത്ഥമുള്ളതാക്കാനും സാധിക്കണം അല്ലെ. എൻകറേജ് സ്റ്റുഡൻസ് ക്രിയേറ്റിവിറ്റി ആൻഡ് തിങ്കിങ്. കുട്ടികളുടെ എല്ലാ ക്രിയേറ്റിവിറ്റി നമുക്ക് എൻകറേജ് ചെയ്യാൻ കഴിയണം. അത് വളരെ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, അവരുടെ ക്രിയേറ്റിവിറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവർക്ക് വളരെയധികം എൻകറേജ്മെന്റ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. സോ ഈ എല്ലാ 6 ഫാക്ടേഴ്സും കൂടെ കൂടുമ്പോഴാണ് കേട്ടോ നല്ലൊരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഐ ഹോപ്പ് ദാറ്റ് കൺസെപ്റ്റ് ഇസ് ക്ലിയർ. Next one, what are the key principles forming the basis of child friendly school? ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ ഉണ്ടാവണമെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കീ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ചൈൽഡ് സെന്റേർഡ്നെസ്. നമ്മുടെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം അല്ലെ, ചൈൽഡ് സെന്റേർഡ് ആയിരിക്കണം. നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൃദയഭാഗം അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് തന്നെ എന്താണ്? കുട്ടികളാണ്. their needs and rights കം ഫസ്റ്റ്. അവരുടെ ആവശ്യങ്ങളും അവരുടെ റൈറ്റ്സും ആണ് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ. കുട്ടികളുടെ ഐഡിയാസ് ആൻഡ് സജഷൻസിനെ നമ്മൾ വെൽക്കം ചെയ്യണം. അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് നമുക്ക് കൊടുക്കണം. അവരുടെ വ്യൂസ് ആൻഡ് ഒപ്പീനിയൻസ് അവർ തുറന്ന് പറയട്ടെ, നമുക്കത് നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളണം. ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ഡിസിഷൻസ് ദാറ്റ് എഫക്ട് ദം. അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊരു ഡിസിഷൻസ് എടുക്കാനും അതിൽ ടേക്ക് പാർട്ട് ചെയ്യാനും കുട്ടികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം അല്ലെ. ഇൻക്ലൂസീവ്നെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എല്ലാ കുട്ടികളും അത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ, അവര് ജെൻഡർ ബേസ്ഡ് ഒന്നും അല്ലാതെ എല്ലാ കുട്ടികൾക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൺസിഡർ ചെയ്യാതെ തന്നെ ഒരു ക്വാളിറ്റി ലേണിംഗ് ഈക്വൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. എല്ലാ കുട്ടീനും നമുക്ക് ഈക്വലി ട്രീറ്റ് ചെയ്യാനും അവർക്ക് ഈക്വൽ ചാൻസസ് പ്രൊവൈഡ് ചെയ്യാനും കഴിയണം അല്ലെ. ഒരു കുട്ടീനെയും നമുക്ക് ഡിസ്ക്രിമിനേഷന്റെ ബേസിസിൽ മാറ്റി നിർത്താൻ സാധിക്കില്ല. അത് റിലീജിയൻ ആയിക്കോട്ടെ, കാസ്റ്റ് ആയിക്കോട്ടെ, ജെൻഡർ, പോവർട്ടി, ഡിസബിലിറ്റി, ഇതിന്റെ ബേസിസിൽ ഒന്നും കുട്ടികളെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. അത് ഇൻക്ലൂസീവ്നെസ്സിൽ വരുന്നതല്ല കേട്ടോ. സ്കൂൾസ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് മീറ്റ് ദ നീഡ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിഫറെന്റ് എബിലിറ്റീസ്. നമ്മുടെ സ്കൂളിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ആവശ്യം എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് സ്കൂള് മനസ്സിലാക്കി ചെയ്തു കൊടുക്കേണ്ടതാണ്, ടീച്ചേഴ്സ് മനസ്സിലാക്കി ചെയ്തു കൊടുക്കേണ്ടതാണ്. സോ ഇൻക്ലൂസീവ്നെസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വൺ, ഹെൽത്തി ആൻഡ് പ്രൊട്ടക്റ്റീവ് എൻവയോൺമെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്കൂൾ എന്ന് പറയുന്നത് ക്ലീൻ, സേഫ്, ഒരു ക്ലീൻ വാട്ടർ, ക്ലീൻ ടോയ്ലറ്റ്സ്, ഹെൽത്തി ക്ലാസ് റൂം, ഈ കൺസെപ്റ്റ്സ് എല്ലാം കൂടിച്ചേരുന്നതാണ് അല്ലെ. ദർ ഷുഡ് ബി നോ കോർപ്പറൽ പണിഷ്മെന്റ് ഓർ ഫിസിക്കൽ ഓർ മെന്റൽ ഹരാസ്മെന്റ്. നമ്മൾ പഴയ ഒരു രീതി ഒന്നും ഇപ്പൊ സ്കൂളിൽ ഇല്ല അല്ലെ. ആ ഒരു പണിഷ്മെന്റ് ചെയ്തിട്ട് സാധിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു വടിയെടുക്കുന്ന സിസ്റ്റമേ ഇപ്പൊ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ ഇല്ല. കുട്ടികളെ ഒരു തരത്തിലും മെന്റലി ഹരാസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്കൂൾസ് എപ്പോഴും ഒരു നല്ല ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണത്. കൗൺസിലിംഗ് ആണെങ്കിലും നല്ലൊരു ബോഡി ആൻഡ് നല്ലൊരു കാം മൈൻഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആവശ്യമുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം, ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം, പലതരത്തിലുള്ള ഹെൽത്ത് സർവീസ് അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കാൻ പറ്റണം. ഇതെല്ലാം സ്കൂളിന് ചെയ്യാൻ
ചെയ്യേണ്ട അവകാശം സ്കൂളിനാണ് കേട്ടോ. ഇനി ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണോ? ശരിക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? കാരണം നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു സേഫ് പ്ലേസ് ആയിരിക്കുക, ഹാപ്പി പ്ലേസ് ആയിരിക്കുക, സ്കൂൾ ഒരു സപ്പോർട്ടീവ് പ്ലേസ് ആയിരിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അവരുടെ മെന്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ഹെൽത്തിനെ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ സ്കൂളിനും സാധിക്കണം, ടീച്ചേഴ്സിനും സാധിക്കണം അല്ലെ. എല്ലാ കുട്ടികൾക്കും നമുക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. ദേ ഇൻവോൾവ് ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ് ഇൻ സ്കൂൾ. കുട്ടികളെ മാത്രമല്ല അവരുടെ പാരന്റ്സിനെയും അവരുടെ ഫാമിലീസിനെയും കൂടി നമുക്ക് സ്കൂൾ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കണം. ദേ ഹെൽപ്പ് ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ആൻഡ് ഗുഡ് ടീച്ചിങ് എൻവയോൺമെന്റ്സ്. ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലും കുട്ടികളും പാരന്റ്സും തമ്മിലും നമുക്ക് സ്കൂളും കമ്മ്യൂണിറ്റിയും തമ്മിലും നല്ലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം അല്ലെ. അപ്പോ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ്. ഈ എല്ലാ കാര്യങ്ങളും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശപ്പെട്ടതും നമ്മളത് കൊടുക്കേണ്ടതും പ്രൊവൈഡ് ചെയ്യേണ്ടതും ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ സേഫ് ഗാർഡിംഗ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇൻ സ്കൂൾ? കുട്ടികളുടെ റൈറ്റ്സ് നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തത് ചൈൽഡ് റൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. ഈ ഒരു ചൈൽഡ് റൈറ്റ്സ് നമ്മൾ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടീച്ചേഴ്സിന് അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഇല്ലേ? എന്റെ സ്കൂളിൽ ഇതെല്ലാം സേഫ് ഗാർഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടതിൽ ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ് കേട്ടോ. സോ നമുക്ക് നോക്കാം എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, സേഫ് ഗാർഡിംഗ്. സേഫ് ഗാർഡിംഗ് മീൻസ് പ്രൊട്ടക്ടിങ് children from harm and making sure they grow in a safe and supportive environment. നമ്മുടെ കുട്ടികൾ വളരെ സേഫ് ആയിട്ടുള്ള വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് വളരുന്നത് എന്നുള്ളതും എല്ലാ തരത്തിലുള്ള അബ്യൂസുകളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും നമ്മളെ കുട്ടികൾ പ്രൊട്ടക്റ്റീവ് ആണെന്നും പ്രൊട്ടക്റ്റീവ് ആവുക എന്നുള്ളതാണ് സേഫ് ഗാർഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചേഴ്സിന് ഈ ഒരു കൺസെപ്റ്റിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഷുഡ് പ്രൊട്ടക്ട് ദി ചിൽഡ്രൻ ഫ്രം മാൽ ട്രീറ്റ്മെന്റ്. കുട്ടികളെ ഒരു തരത്തിലും നമുക്ക് സ്കൂൾ പ്രിമിസസിൽ ബാഡ്ലി ട്രീറ്റ് ചെയ്യാനുള്ള അധികാരമില്ല അല്ലെ. പ്രിവെന്റ് ഹാം ടു ചിൽഡ്രൻസ് ഹെൽത്ത് ഓർ ഡെവലപ്മെന്റ്. കുട്ടികളുടെ ഹെൽത്തിനോ അല്ലെങ്കിൽ ഡെവലപ്മെന്റിനോ നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു എഫക്റ്റ് കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളും സ്കൂളിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല. മേക്ക് ഷുവർ ചിൽഡ്രൻ ഗ്രോ അപ്പ് സേഫ്ലി ഇൻ എ കെയറിംഗ് ആൻഡ് എഫക്റ്റീവ് എൻവയോൺമെന്റ്. ഒരു വളരെ കെയറിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ തരത്തിലും പോസിറ്റീവ് ആയിട്ട് വളരാൻ സാധിക്കുന്ന ഒരു എൻവയോൺമെന്റിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് എന്നുള്ളത് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ സാധിക്കണം. ഹെൽപ്പ് ഓൾ ചിൽഡ്രൻ ഗെറ്റ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ പോസിബിൾ. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കണം. ഇതെല്ലാം ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ടീച്ചേഴ്സ് സേഫ് ഗാർഡിംഗ് ചിൽഡ്രൻസ് റൈറ്റ്സ്. ടീച്ചേഴ്സ് ഡു മോർ ദാൻ ജസ്റ്റ് ടീച്ച്. നമ്മുടെ ഒരു ടീച്ചിങ് ജോലി എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ടീച്ചിങ്ങിലപ്പുറം വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മുടെ കുട്ടികളുടെ എല്ലാ റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു അധികാരം അല്ലെങ്കിൽ അത് സേഫ് ഗാർഡ് ചെയ്യേണ്ട ടീച്ചേഴ്സ് ആണ്. ദേ മസ്റ്റ് നോ അബൌട്ട് സേഫ് ഗാർഡിംഗ് ആൻഡ് ആക്ട് ഇഫ് എ ചൈൽഡ് ഇസ് അറ്റ് റിസ്ക്. എന്താണ് കുട്ടികളെ നമുക്ക് എങ്ങനെ സേഫ് ആക്കിയിട്ട് കീപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ട്രെയിനിങ്സും അല്ലെങ്കിൽ അവയർനെസ്സും ടീച്ചേഴ്സിന് വേണം അല്ലെ. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു റിസ്ക് ഒരു എലമെന്റ് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളത് ഒരു ടീച്ചറിന് മനസ്സിലാവാൻ സാധിക്കുള്ളൂ. സിൻസ് ടീച്ചേഴ്സ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് സ്റ്റുഡൻസ്, ദേ ആർ ഇൻ ദ സ്ട്രോങ് പൊസിഷൻ ടു നോട്ടീസ് പ്രോബ്ലംസ് ആൻഡ് ഹെൽപ്സ്. കുട്ടികളുമായിട്ട് സ്കൂളിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും കുട്ടികളുമായിട്ട് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ടീച്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് നമുക്ക് തന്നെയാണ് അല്ലെ. So that is very important. First one, child centered approach. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടീച്ചർ സെൻട്രിക് അപ്രോച്ച് അല്ല നമുക്ക് വേണ്ടത്. കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മുടെ ഇപ്പോഴത്തെ പഠന രീതി ആവശ്യപ്പെടുന്നത്. മെയിൻ ഫോക്കസ് ഓൺ ചൈൽഡ് നീഡ്. കുട്ടിക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. ടീച്ചേഴ്സ് എപ്പോഴും തിങ്ക് ചെയ്യണം അല്ലെ, നമ്മുടെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ള ആ ഒരു തോട്ട് ടീച്ചേഴ്സിന്റെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. Next one, family is important. A child is usually better off with their family as long as the home is safe and caring. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഒരു കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള ഒരു പോസിറ്റീവ് എൻവയോൺമെന്റും കിട്ടേണ്ടത്
അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ഇഫ് ദ ഫാമിലി ഈസ് സേഫ്, അതൊരു സേഫ് എൻവയോൺമെന്റ് ആൻഡ് കെയറിംഗ് എൻവയോൺമെന്റ് ആണെങ്കിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ ഒരിക്കലും കുട്ടികൾക്ക് ഒരു നല്ല പോസിറ്റീവ് ഇമ്പാക്ട് ഫാമിലിയിൽ നിന്ന് കിട്ടില്ല. റിമൂവ് ഫ്രം ഫാമിലി ഓൺലി ഇഫ് നെസസറി. ഇനി ചില കുട്ടികൾ ഉണ്ടായിരിക്കും, അവരുടെ ഫാമിലിയിലെ കുട്ടികൾ വളരെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻസിലായിരിക്കും അല്ലെ. അത്തരം സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ എന്തായാലും നമുക്ക് ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് പുറത്ത് കടക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ദാറ്റ് സിറ്റുവേഷൻ ഈസ് ഹാർമിങ് അവർ ചിൽഡ്രൻ. നെക്സ്റ്റ്, based on what children want. This method listens to what children say they need: safety, respect, care and support. നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് എന്ത് വേണം എന്നുള്ളതിനനുസരിച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേഫ്റ്റി, റെസ്പെക്ട്, കെയർ കൊടുക്കുക, നല്ലൊരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് ആവശ്യമുള്ളത്. അത് പ്രൊവൈഡ് ചെയ്യാൻ ഫാമിലിന്റെ സൈഡിൽ നിന്ന് അവർക്കും ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾക്കും സാധിക്കണം അല്ലെ. നെക്സ്റ്റ് വൺ, ഏർലി ഹെൽപ്പ്. ഏർലി ഹെൽപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, ഇനി ഒരു ടീച്ചർ ഫോക്കസ് അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ ഒരു എന്താ പറയാ വീക്ഷണത്തില് ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാനും ടീച്ചേഴ്സിന് സാധിക്കണം അല്ലെ. ഇൻ കേസ് ആ കുട്ടി നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു പ്രോബ്ലം റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ടീച്ചേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാർണിംഗ് സൈൻസ് ദാറ്റ് ഷോ എ സ്റ്റുഡന്റ് മേ ബി ഇൻ ട്രബിൾ. ഒരു കുട്ടി പ്രശ്നത്തിലാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോ തന്നെ ടീച്ചേഴ്സിന് അത് മനസ്സിലാക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ആ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ കുട്ടിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. വാർണിംഗ് സൈൻസ് ടു ലുക്ക് ഫോർ. ഇനി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഒരു കുട്ടി ഒരു പ്രശ്നത്തിലാണ് എന്നുള്ളത്? ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു ഏർലി സ്റ്റേജിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് കേട്ടോ. എ ചൈൽഡ് ബിക്കംസ് ക്വയറ്റ് ഓർ വിത്ഡ്രോൺ. വളരെ ആക്റ്റീവ് ആയിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് മിണ്ടാതാവുകയും അല്ലെങ്കിൽ ആരടുത്തും ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായിരിക്കുകയും എല്ലാ സാഹചര്യത്തിൽ നിന്നും ഒരു വിഡ്രോവൽ, ഒന്നിലും ഒരു താല്പര്യം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോബ്ലം. ആ കുട്ടി എന്തോ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. സഡൻ ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് ബിഹേവിയർ ചേഞ്ച്. പെട്ടെന്നുള്ള സ്വഭാവത്തിലുള്ള മാറ്റം അല്ലെ. ദ ചൈൽഡ് ബിക്കംസ് അഗ്രസീവ്. പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നുള്ള ഇതുവരെ കാണപ്പെടാത്ത ചില അഗ്രസീവ് ബിഹേവിയർ ചേഞ്ചസ് കുട്ടി കാണിക്കുക. സൈൻ ഓഫ് നെഗ്ലക്ട് ഓർ ഹാം. അതായത് എല്ലാത്തിൽ നിന്നുള്ള ഒരു വേർതിരിവും അതെല്ലാം ഇറ്റ്സ് എ വാർണിംഗ് സൈൻ. ദ ചൈൽഡ് ടോക്സ് അബൌട്ട് ഓർ ഷോ സൈൻ ഓഫ് അബ്യൂസ്. കുട്ടി എന്താ പറയാ ഇത്തരം ഇമോഷണൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സെക്ഷുവൽ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് സംസാരിക്കാം, അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അതെല്ലാം ഈ ഒരു പ്രോബ്ലത്തിലാണ് തന്റെ ചൈൽഡ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വാർണിംഗ് സൈൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടീച്ചേഴ്സ് ആണ് ഏർലി സ്റ്റേജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടതും റിപ്പോർട്ട് ചെയ്യേണ്ടതും. ഇനി വാട്ട് ഈസ് ദ ടീച്ചേഴ്സ് റെസ്പോൺസിബിലിറ്റി? ടീച്ചർ മനസ്സിലാക്കുകയാണ് ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? വി ഷുഡ് സ്റ്റേ കാം. നമ്മൾ വളരെ സമാധാനപ്പെടുക. ക്ഷമ ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ കുട്ടീനോട് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം അല്ലെ. ഇനി അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്യുകയും അവരെ അങ്ങോട്ട് തിരിച്ച് ജഡ്ജ് ചെയ്യാതെ നമ്മളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ കുട്ടികളിൽ ഉണ്ടാവണം. അവോയ്ഡ് ഫോഴ്സിങ് ദ ചൈൽഡ് ടു ടോക്ക് മോർ ദാൻ ദേ വാണ്ട് ടു. ഇനി കുട്ടിക്ക് താല്പര്യമില്ലാതെ വീണ്ടും അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും പറയിപ്പിക്കുന്നത് ചെയ്യാതിരിക്കുക കേട്ടോ. ഡു നോട്ട് പ്രോമിസ് സീക്രസി. അതായത് ഇത് ഞാൻ വളരെ സീക്രട്ട് ആയിട്ട് വെക്കൂട്ടോ, എനിക്ക് എൻ്റെ അടുത്ത് വളരെ ധൈര്യമായിട്ട് ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ ആരടുത്തും ഇത് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്ന് പറയാതിരിക്കുക. മേ ബി നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കേസ് ആയിരിക്കില്ല അല്ലെ. അപ്പൊ നമുക്ക് വേറെ ആരുടെങ്കിലും ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇങ്ങനത്തെ പ്രോമിസ് ഒന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. അവോയ്ഡ് ആസ്കിങ് ടു മെനി ക്വസ്റ്റ്യൻസ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക അല്ലെ. എസ്പെഷ്യലി ഒരു പോലീസ് കേസ് പോലീസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, അങ്ങനെ ഹാൻഡിൽ ചെയ്യാതെ വളരെ വളരെ കാമായിട്ട് ക്വയറ്റ് ആയിട്ട് പേഷ്യന്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാനാണ് ടീച്ചേഴ്സ് നോക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് ആണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്കൂൾ ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ. ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിൽ സ്കൂളിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സ്കൂളിന് ഇമ്പോർട്ടൻസ് ഉറപ്പായിട്ടുണ്ട് അല്ലെ. കാരണം സ്കൂളാണ് നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇത്തരം അബ്യൂസുകളിൽ നിന്നും അല്ലെങ്കിൽ പല ഹാം സിറ്റുവേഷനിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത് സ്കൂളാണ് അഷ്വർ ചെയ്യേണ്ട കാര്യം അല്ലെ. ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ മീൻസ് കീപ്പിംഗ് ഇൻഡിവിജ്വൽ ചിൽഡ്രൻ സേഫ് ഫ്രം എനി കൈൻഡ് ഓഫ് ഹാം. കുട്ടികൾക്ക് എന്താ പറയാ കുട്ടികള്
ഇത്തരം ഹാം ഇഷ്യൂസിൽ നിന്നെല്ലാം വളരെ സേഫ് ആണ് എന്നുള്ളതും എൻഷുർ ചെയ്യേണ്ടത് സ്കൂളാണ്. സിസ്റ്റം ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഇൻ സ്കൂൾ. ഇനി സ്കൂൾ സിസ്റ്റം എന്തൊക്കെ കാര്യത്തിലാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. സ്കൂൾ ഷുഡ് ഹാവ് ക്ലിയർ റൂൾസ് ആൻഡ് പ്ലാൻസ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ. നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റില് സ്കൂളിന് വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനുകളും റൂൾസും ഉണ്ടായിരിക്കണം. ട്രെയിൻ സ്റ്റാഫ് ടു ഫോളോ കറക്റ്റ് സേഫ്റ്റി സ്റ്റെപ്സ്. സ്റ്റാഫ്സിന് എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സും കറക്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ട്രെയിനിങ്സും കൊടുക്കണം. മേക്ക് ഷുവർ ഓൾ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു ഇഫ് സംവൺ ഇസ് വെറിഡ് അബൌട്ട് എ ചൈൽഡ്. ഇനി നമ്മുടെ ഇടയിലുള്ള ഒരു കുട്ടി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നുണ്ട് എല്ലാ സ്റ്റാഫ്സും എന്നുള്ളത് സ്കൂള് മേക്ക് ഷുവർ ചെയ്യുക. ടേക്ക് ക്വിക്ക് ആക്ഷൻ വെൻ ദർ ഇസ് എ കൺസേൺ. എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ സഡൻ ആക്ഷൻസ് അല്ലെങ്കിൽ ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കാൻ സ്കൂളിന് സാധിക്കണം. ചെക്ക് ബാക്ക്ഗ്രൗണ്ട്സ് ഓഫ് സ്റ്റാഫ് ബിഫോർ ഹയറിംഗ് ദം. നമ്മളൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടക്കുക. ഇൻ കേസ് ഇത്തരം പ്രശ്നങ്ങളിൽ ഒന്നും ചെന്ന് ചാടാത്തതാണോ എന്നുള്ളത് ഒന്ന് അഷ്വർ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഡീലിംഗ് വിത്ത് സസ്പെക്റ്റഡ് കോസ് ഓഫ് അബ്യൂസ്. ഇനി ഒരു സ്കൂള് തന്റെ സ്കൂൾ പ്രിമിസസിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു സ്കൂൾ എങ്ങനെ ആക്ട് ചെയ്യണം അല്ലെങ്കിൽ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. സ്കൂൾ സ്റ്റാഫ് മസ്റ്റ് ലിസൺ ആൻഡ് വർക്ക് വിത്ത് പാരന്റ്സ് ടു പ്രൊട്ടക്ട് ദ ചൈൽഡ്. നമ്മള് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് എന്താ ചെയ്യേണ്ടത്? അവര് വളരെ എല്ലാ കാര്യങ്ങളും എന്താ ലിസൺ ചെയ്യുക അല്ലെ. പാരന്റ്സുമായിട്ട് നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. ഇനി ഒരു അബ്യൂസ് സസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ടീച്ചറിനെയോ അല്ലെങ്കിൽ ഒരു പോലീസിനെയോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസിനോ നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം അല്ലെ. സ്കൂൾ വിൽ ഫോളോ എ ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ. ഏതൊരു സ്കൂളാണെങ്കിലും അവർക്ക് ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്ലാനും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ടായിരിക്കും. ഇനി ഇല്ലെങ്കിൽ അവർ എന്തായാലും അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ദേ വിൽ ടെൽ ദ ലോക്കൽ സേഫ് ഗാർഡിംഗ് ബോർഡ് ഇഫ് നീഡഡ്. ഇനി എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഹയർ അതോറിറ്റീസിനോട് നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സീക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, പ്രിവെന്റിങ് ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ് ഇൻ സ്കൂൾ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ സ്കൂളിൽ സ്റ്റാഫ്സ് ആകുമ്പോൾ പ്രത്യേകിച്ചും അഡൽട്സ് ആയിരിക്കും ഉണ്ടാവുക. ഒരു തരത്തിലും കുട്ടികളുമായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല, എസ്പെഷ്യലി അഡൽട്സ്. ദിസ് ഇസ് അഗെയിൻസ്റ്റ് ദ ലോ, എസ്പെഷ്യലി ഇഫ് ദ സ്റ്റുഡന്റ് ഇസ് അണ്ടർ 18. ഇത് ലോക്ക് എതിരാണ്. ഈ കുട്ടി 18 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കേട്ടോ. നമ്മുടെ സ്കൂൾ സ്റ്റാഫ് എന്ന് പറയുന്നത് ദേ ആർ ഓൾവേസ് ഇൻ എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് അല്ലെ. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നമ്മളെ കുട്ടികളെ ഏൽപ്പിക്കുന്നത് സ്കൂൾ സ്റ്റാഫിന്റെ കയ്യിലാണ്. സോ അത് ആ ഒരു സ്കൂൾ സ്റ്റാഫിനും ആ ഒരു ധാരണ മനസ്സിലുണ്ടായിരിക്കണം. ദേ മസ്റ്റ് ആക്ട് റെസ്പോൺസിബിളി ആൻഡ് നെവർ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റുഡന്റ്. എപ്പോഴും ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട്, ഒരു അഡൾട്ട് പേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യാൻ സ്റ്റാഫ്സിന് സാധിക്കണം. ഒരിക്കലും കുട്ടികളുടെ മേലെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ അവർക്ക് സാധിക്കരുത്. അത് ചെയ്യാൻ പാടില്ല. Okay. Next one, what are the importance of child protection policy in schools? സ്കൂൾസിൽ ഇത്തരം പോളിസീസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണ് എന്നുള്ളത് നോക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? കാരണം ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ പല എൻവയോൺമെന്റിൽ നിന്നും വരുന്ന കുട്ടികളാണ് സ്കൂളിൽ ഉണ്ടാവുന്നത് അല്ലെ. സ്കൂൾ എന്ന് പറയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ഹോം ആണ്. അവരെ വീട് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അത് സ്കൂള് സേഫ് ഗാർഡ് ചെയ്യേണ്ടതാണ്. ചില സമയങ്ങളിൽ സ്കൂൾസ് ചിലപ്പോ സേഫ് ആവാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം, ചില സ്കൂളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരം കേസസിൽ പാരന്റ്സും ടീച്ചേഴ്സും ആണ് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ടുഡേ. സ്കൂൾസ് മസ്റ്റ് ടേക്ക് ചിൽഡ്രൻ സേഫ്റ്റി ആസ് ദെയർ ടോപ്പ് പ്രയോറിറ്റി. ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളായിരിക്കണം അല്ലെങ്കിൽ കുട്ടികളുടെ സേഫ്റ്റി ആയിരിക്കണം ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കേട്ടോ. പോളിസീസ് ഹെൽപ്പ് ചെക്ക് എവറി സിറ്റുവേഷൻ. പോളിസീസ് ഹെൽപ്പ് ക്രിയേറ്റ് എ സ്ട്രോങ് ആൻഡ് സേഫ് സ്കൂൾ എൻവയോൺമെന്റ്. ഏതൊരു സ്കൂളും നടന്നു പോകുന്നത് കൃത്യമായിട്ടുള്ള പോളിസീസിന്റെ അണ്ടറിലാണ് അല്ലെ. അപ്പൊ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്യാൻ ഒരു പോളിസി എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അത് പ്രകാരമാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. ഒരു സ്ട്രോങ് ആൻഡ് സേഫ് എൻവയോൺമെന്റ് ആക്കുന്നത് തന്നെ സ്കൂളിനെ ഇത്തരം പോളിസീസ് ആണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആസ് എ സ്കൂൾ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഓൾ സ്കൂൾ സ്റ്റാഫ് മസ്റ്റ് ബി ചെക്ഡ്. ദിസ് മീൻസ് മേക്കിംഗ് ഷുവർ സ്റ്റാഫ് ആർ സേഫ് ടു വർക്ക് വിത്ത് ചിൽഡ്രൻ. ഈവൻ വോളണ്ടിയേഴ്സ് മസ്റ്റ് ബി
ട്രെയിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. നമ്മുടെ കുട്ടികളുമായിട്ട് വളരെ സേഫ് ആയിട്ട് ഇടപഴകാൻ പറ്റുന്ന സ്റ്റാഫ് ആണോ എന്നുള്ളത് നമ്മൾ എന്തായാലും ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. ഇനി വോളണ്ടിയേഴ്സ് എല്ലാം സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കണം. ടീച്ചേഴ്സിനും എല്ലാം ഈ ഒരു പോളിസി, ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി എന്താണെന്നും അതിനെ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് മസ്റ്റ് ആയിട്ടും കൊടുക്കണം. ഫസ്റ്റ് വൺ, empowering children to stay conscious of their safety. നമ്മുടെ സേഫ്റ്റി എന്താണ്, അല്ലെങ്കിൽ അതിൽ വളരെ കോൺഷ്യസ് ആക്കാൻ കുട്ടികളെ എംപവർ ചെയ്യണം അല്ലെ, അവരോട് സംസാരിക്കാൻ പറയണം. ലെറ്റ് ദം സ്പീക്ക് അപ്പ് അല്ലെ. ദേ മസ്റ്റ് നോ വാട്ട് ഇസ് റൈറ്റ് ആൻഡ് റോങ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ അവകാശമല്ലേ. നോ പറയേണ്ട സ്ഥാനത്ത് നോ തന്നെ പറയണം. അതിന് ആസ് ടീച്ചേഴ്സ് നമ്മൾ അവർക്ക് റൈറ്റ്സ് കൊടുക്കണം, അതിനുള്ള ഒരു സാഹചര്യം കൊടുക്കണം. ടീച്ചേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യണം. ഹെൽപ്പ് ചിൽഡ്രൻ ലേൺ ഹൗ ടു പ്രൊട്ടക്ട് ദംസെൽഫ്. നമുക്ക് തന്നെ നമ്മളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റണം. ടീച്ചേഴ്സിന് ഇതിൽ വളരെ ഒരു വ്യക്തമായിട്ടുള്ള റോൾ ഇതിലുണ്ട് കേട്ടോ. ക്രിയേറ്റിംഗ് സേഫ് ലേണിംഗ് എൻവയോൺമെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടൊരു പ്ലേസ് ആക്കണം. സ്കൂളിന് വളരെ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. കുട്ടികളുടെ എല്ലാ പ്രൊട്ടക്ഷൻ പ്ലാനിനെയും സേഫ് ഗാർഡ് ചെയ്യാൻ സ്കൂളിന് കഴിയണം. അതുപോലെ എല്ലാ സ്കൂളിലും ഒരു സജഷൻ ബോക്സ് അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ബോക്സ് വേണം. അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ബോക്സ് യൂസ് ചെയ്യാലോ അല്ലെ. നെക്സ്റ്റ്, ട്രെയിനിങ് ആൻഡ് വർക്ക്ഷോപ്പ്. വെരി ഇമ്പോർട്ടന്റ്. ഇൻസൈഡ് ദ സ്കൂൾ ബോത്ത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും കൊടുത്തേ സാധിക്കുകയുള്ളൂ. എന്താണ് ഇത്തരം അബ്യൂസുകൾ, അതിനെ എങ്ങനെ നമുക്ക് സ്പോട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ടീച്ചേഴ്സിന് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കണം. എല്ലാ സ്റ്റാഫ്സിനെയും ചെക്ക് ചെയ്യണം അല്ലെ, അവരെ സ്ക്രീൻ ചെയ്യണം നമ്മൾ ബിഫോർ ഹയറിംഗ്. ഇനി എന്തെങ്കിലും ഒരു അബ്യൂസ് നമ്മുടെ സ്കൂളിൽ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം. സ്കൂൾ മേ നീഡ് ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ് എക്സ്പെർട്സ്. മേ ബി ചില കേസുകളിൽ സ്കൂളിന് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഔട്ട്സൈഡ് എക്സ്പേർട്സിൽ നിന്നും അവർക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടിച്ചേർന്ന് വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമാണ്, സ്കൂൾസിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, ക്രിയേറ്റിംഗ് സ്പേസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ചിൽഡ്രൻ ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് എക്സ്പ്രസ് ദെയർ വോയിസസ് ഓർ ഒപ്പീനിയൻസ്. നമ്മുടെ സ്കൂളിന്റെ അകത്ത് കുട്ടികൾക്ക് അവരുടെ വോയിസ് റേസ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് റേസ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണ്ടേ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എല്ലാ കുട്ടിക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട്, അവരെ കേൾക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരാനും പഠിക്കാനുമുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ആവണം. ലിസണിങ് ടു ചിൽഡ്രൻ ഹെൽപ്സ് ദം ഗ്രോ. നമ്മൾ അവരെ ലിസൺ ചെയ്യുമ്പോൾ അവർ വളർന്നുകൊണ്ടേയിരിക്കും. കുട്ടികളെ നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം കേട്ടോ. അതിൽ അവര് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻസോ സജഷൻസോ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്തായാലും അത് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. സ്റ്റുഡന്റ് വോയിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. കുട്ടികൾക്ക് അവരുടെ വ്യൂസ് ഷെയർ ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കുക. ഇറ്റ് ഇൻവോൾവ്സ് ഗിവിംഗ് ഒപ്പീനിയൻസ് ആൻഡ് ബീയിങ് ഹേർഡ്. അവരുടെ എന്താ പറയാ ഒപ്പീനിയൻസ്, അവരുടെ സജഷൻസ് നമ്മൾ കേൾക്കുക, അവരെ കേൾക്കുക, അവർക്ക് പറയാവുന്ന എല്ലാം കേൾക്കുന്നതെല്ലാം സ്റ്റുഡന്റ് വോയിസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നതാണ്. ഇനി സ്റ്റുഡന്റ് വോയിസ് അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുക, ഇത് പല ഡിഫറെന്റ് വേസ് ഉണ്ട് കേട്ടോ. 6 വേസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എക്സ്പ്രഷൻ. ഒന്നുമില്ല, നമ്മുടെ ഒപ്പീനിയൻസ് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് പറയുന്നതാണ് എക്സ്പ്രഷൻ, ഷെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കൺസൾട്ടേഷൻ. അഡൽട്സ് ആസ്ക് ഫോർ സ്റ്റുഡന്റ് ഫീഡ്ബാക്ക് ആൻഡ് കൺസിഡർ ഇറ്റ്. അതായത് എന്ത് ചെയ്യുക, മുതിർന്ന ആളുകൾ കുട്ടികളുടെ ഫീഡ്ബാക്ക് ആവശ്യപ്പെടുകയും അതിനെ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നതാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാർട്ടിസിപ്പേഷൻ. കുട്ടികളെ വളരെ ആക്റ്റീവ് ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങിലും പ്ലാനിങ്ങിലും എല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. പാർട്ട്ണർഷിപ്പ്. സ്റ്റുഡൻസ് ആൻഡ് അഡൾട്ട്സ് വർക്ക് ടുഗെദർ ഈക്വലി. ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കും അല്ലെ, കുട്ടികളും അഡൾട്ട്സും തമ്മിൽ അല്ലെങ്കിൽ കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ഒരു ഈക്വാലിറ്റി ഉണ്ടായിരിക്കും. ആക്ടിവിസം. സ്റ്റുഡൻസ് റേസ് പ്രോബ്ലംസ് ആൻഡ് സജസ്റ്റ് സൊല്യൂഷൻ. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ തുറന്നു കാണിക്കുകയും അതിനുള്ള സൊല്യൂഷൻസ് അവർ തന്നെ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ്, ലീഡർഷിപ്പ്. സ്റ്റുഡന്റ് ലീഡ് ആൻഡ് മേക്ക് ഡിസിഷൻ ഫോർ ചേഞ്ച്. കുട്ടികൾ നയിക്കും അല്ലെ. കുട്ടികൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ മുന്നിൽ നിന്ന് നയിക്കും. പലതരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ കുട്ടികൾക്ക് സാധിക്കും. സോ സ്റ്റുഡന്റ് വോയിസ് എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് എല്ലാ തരത്തിലും അവർക്ക് ഒരു എൻകറേജ്മെന്റും കോൺഫിഡൻസും കൊടുക്കും കേട്ടോ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റുഡന്റ് വോയിസ് അറ്റ് സ്കൂൾ. നമ്മൾ ഈ ഒരു
കുട്ടികളെ കേൾക്കുന്നത് എത്രത്തോളം സ്കൂളുകളിൽ ഇമ്പോർട്ടന്റ് ആണ് നോക്കാട്ടോ. സ്റ്റുഡന്റ് വോയിസ് ബിൽഡ്സ് ലീഡർഷിപ്പ് ആൻഡ് കോൺഫിഡൻസ്. നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾ അവരെ കേൾക്കുമ്പോൾ എല്ലാ തരത്തിലും ഒരു കോൺഫിഡൻസും ലീഡർഷിപ്പും ബിൽഡ് ചെയ്യും. ഇൻവോൾവിംഗ് സ്റ്റുഡൻസ് ഹെൽപ്പ് സോൾവ് പ്രോബ്ലംസ് ഏർലി. കുട്ടികളെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതിലൂടെ ഒരു തരം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വളരെ നേരത്തെ തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ചാലഞ്ചസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡന്റ് വോയിസ് ഇൻ സ്കൂൾ. ഇനി നമ്മൾ കുട്ടികളെ കേൾക്കുമ്പോൾ, സ്കൂളിൽ കുട്ടികളെ കേൾക്കുമ്പോൾ എന്തൊക്കെ സജഷൻസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ. ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും അവരുടെ ഒപ്പീനിയൻസ് പറയോ? ഇല്ലല്ലോ. വളരെ ഷൈ ആയിട്ടുള്ള, സംസാരിക്കാൻ പേടിയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ, അതൊരു ചാലഞ്ച് ആണ്. നെക്സ്റ്റ് വൺ, adults don't always take students seriously. എല്ലാ ആളുകളും കുട്ടികളെ എപ്പോഴും വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. അവര് തമാശയായിട്ടൊക്കെ എടുക്കുന്ന അഡൽട്സും ഉണ്ടാവാം, അതൊരു ചാലഞ്ച് ആണ്. ഇനി അടുത്തൊരു ചാലഞ്ച് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളെയും ഒരേപോലെ കേൾക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കാതിരിക്കുന്നത് ഇസ് എ ചാലഞ്ച്. നെക്സ്റ്റ് വൺ, ടീച്ചേഴ്സ് മേ ലാക്ക് ട്രെയിനിങ് ഓർ ടൈം. ഇനി ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്സ് കുറവാണെങ്കിൽ, അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സ് കിട്ടുന്നില്ലെങ്കിൽ അതൊരു ചാലഞ്ച് ആണ് കേട്ടോ. കുട്ടികൾക്ക് എന്ത് റേസ് ചെയ്തിട്ടും കാര്യം എന്താ, ടീച്ചേഴ്സിന് ഈ കാര്യത്തിലൊന്നും ഒരു ട്രെയിനിങ്സും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. സ്കൂൾ സിസ്റ്റം മേ നോട്ട് സപ്പോർട്ട് സ്റ്റുഡന്റ് വോയിസ്. ഇൻ കേസ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂള് സ്റ്റുഡന്റ് വോയിസിനെ സപ്പോർട്ട് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ അതൊരു ചാലഞ്ച് ആണ്. നെക്സ്റ്റ് വൺ, ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ബാരിയേഴ്സ്. മേ ബി വളരെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുട്ടിയായിരിക്കും, പക്ഷെ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് നല്ല പോലെ എന്താ പറയാ ഫ്ലുവന്റ് അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ബാരിയർ ആവും അല്ലെ. അപ്പൊ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേ ബി സം കേസസിൽ സ്റ്റുഡന്റ് വോയിസിൽ ഒരു ബാരിയർ ആവാൻ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, ഹൗ ക്യാൻ സ്കൂൾസ് ഗെറ്റ് ആക്ടിവേറ്റ് ഇൻ ഡെവലപ്പിംഗ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡന്റ് വോയിസ്. അതായത് സ്കൂളിനെ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റുഡന്റ് വോയിസ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സ്കൂളിന് എന്തൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ, ഗീവ് മോർ ചാൻസസ് ടു സ്പീക്ക് ഇൻ ക്ലാസ് റൂം. നമ്മുടെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് എല്ലാ ഒരു ഫുൾ ഫ്രീഡം അല്ലെങ്കിൽ 100% ഫ്രീഡം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കണം. എന്തിന്? സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവർ സംസാരിക്കട്ടെ. ടീച്ചേഴ്സ് ഷുഡ് ലിസൺ ആൻഡ് റെസ്പോണ്ട് സീരിയസ്ലി. ടീച്ചേഴ്സ് അത് കേൾക്കുക, വളരെ സീരിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. നമ്മുടെ സ്കൂൾ കൗൺസിൽ വളരെ ആക്റ്റീവ് ആക്കുക. സജഷൻ ബോക്സും സർവേസും ഗ്രൂപ്പ് ഡിസ്കഷൻസും എല്ലാം കണ്ടക്ട് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. മേക്ക് സ്റ്റുഡൻസ് പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. നമ്മുടെ പഠന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ജേർണിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ കൂടെ ഒരു പാർട്ടാക്കി മാറ്റുക അല്ലെ. ഇതിലൂടെയെല്ലാം കുട്ടികൾക്ക് ഒരു മുന്നോട്ട് വരാനും അവരുടെ ഒരു കോൺഫിഡൻസ് റേസ് ചെയ്യാനും അവരെ ഒരു എല്ലാ തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കാനും എല്ലാം കുട്ടികൾക്ക് കഴിയും കേട്ടോ. നെക്സ്റ്റ്, ചൈൽഡ് റൈറ്റ് ക്ലബ്സ് ഇൻ സ്കൂൾസ് ആൻഡ് ദെയർ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സ്കൂളില് ചൈൽഡ് റൈറ്റ് ക്ലബ്സ് ഉണ്ടായിരിക്കും അല്ലെ, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ചൈൽഡ് റൈറ്റ് ക്ലബ്സ് ആർ ഗ്രൂപ്സ് റൺ ബൈ ചിൽഡ്രൻ ഇൻ സ്കൂൾ. ദീസ് ക്ലബ് ഹെൽപ് ചിൽഡ്രൻ ലേൺ അബൌട്ട് ദെയർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇത് പറയുന്നത് നമ്മളെ കുട്ടികൾ തന്നെ റൺ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് കേട്ടോ ഈ CRC എന്ന് പറയുന്നത്. കുട്ടികൾക്ക് അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു ചാൻസ് ആണ് ഇത്തരം ക്ലബ്സ്. They help children become confident and strong leaders. അപ്പൊ കുട്ടികൾക്ക് ഇത്രത്തോളം അവയർനെസ്സും ലേണിംഗ് എല്ലാം കിട്ടുമ്പോൾ അവർക്ക് അത് വളരെ ഒരു കോൺഫിഡന്റും അതുപോലെ തന്നെ അവരെ ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യാനും സാധിക്കും. They encourage children to bring positive change in their schools and communities. കുട്ടികൾ ഇങ്ങനെ വെൽ എക്വിപ്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള അവയർനെസ്സും ഉണ്ടാവുമ്പോൾ സ്കൂളിന്റെ ഉള്ളിൽ അത് എല്ലാ തരത്തിലുള്ള ഒരു പോസിറ്റീവ് ചേഞ്ചും കൊണ്ടുവരും. കമ്മ്യൂണിറ്റിയിലും എല്ലാ തരത്തിലുള്ള ഒരു പോസിറ്റീവ് ചേഞ്ചും വരും കേട്ടോ. The main aim was to make children strong enough to speak and take action for themselves and others. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനും സ്വന്തം ഒരു ആക്ഷൻ എടുക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനും എല്ലാം കുട്ടികളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും ഇത്തരം ക്ലബ്സ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ജോയിനിങ് ഇൻ ചൈൽഡ് റൈറ്റ് ക്ലബ്? ഇത്തരം ചൈൽഡ് റൈറ്റ് ക്ലബിൽ ജോയിൻ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണോ?
യെസ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ എല്ലാ തരത്തിലും അവർക്ക് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കില്ലേ? അത് അവരെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോവുകയേ ചെയ്യുള്ളൂ. കോൺഫിഡന്റ് ആയിക്കോട്ടെ, അവർക്ക് ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും എല്ലാം കുട്ടികൾക്ക് ഉണ്ടാവും അല്ലെ? ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു അബ്യൂസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ മനസ്സിലാക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും അതിനെ സ്റ്റോപ്പ് ചെയ്യാനും എല്ലാം കുട്ടികൾക്ക് തന്നെ സാധിക്കും. എല്ലാം കൊണ്ടും കുട്ടികളെ ഒരു സ്ട്രോങ് ആൻഡ് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആക്കുക ചെയ്യുള്ളൂ ഇത്തരം ക്ലബ്സിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ കുട്ടികളെല്ലാം ഇത്തരം ക്ലബിന്റെ പാർട്ട് ആയിരിക്കണം. അവർക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് വേണ്ടവരെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും എല്ലാം സാധിക്കും കേട്ടോ. സോ ഇത്തരം ക്ലബ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്കൂളിൽ അത് ഉണ്ടായേ സാധിക്കുള്ളൂ കേട്ടോ. നെക്സ്റ്റ്, പോസിബിൾ ചൈൽഡ് റൈറ്റ് ക്ലബ് ആക്ടിവിറ്റീസ്. ഇനി ഈ ഒരു ക്ലബ്ബ് എന്തൊക്കെ ആക്ടിവിറ്റീസ് അവർക്ക് കൊണ്ടുവരാൻ? അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തൂടെ? സ്കൂളിലും കമ്മ്യൂണിറ്റിയിലും എല്ലാം അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ അവർക്ക് പറ്റും. ഇനി ഇൻ കേസ് വല്ല ചൈൽഡ് മാരേജോ ചൈൽഡ് അബ്യൂസോ ഒക്കെ അവര് റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനും അത് സ്റ്റോപ്പ് ചെയ്യാനും കുട്ടികൾക്ക് തന്നെ സാധിക്കും അല്ലെ? സ്കൂളിന്റെ അകത്ത് സ്കിറ്റ്സ് കണ്ടക്ട് ചെയ്യാം, സോങ്സ്, പോസ്റ്റേഴ്സ്, അതായത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി കുട്ടികൾക്ക് അവയർനെസ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ സ്കിറ്റും പോസ്റ്റേഴ്സും എല്ലാം കണ്ടക്ട് ചെയ്യാം. ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാം, സ്പീച്ചസ് കണ്ടക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മണി മാനേജ്മെന്റ് ആക്ടിവിറ്റീസ്, അതായത് ഒരു സേവിംഗ് ക്ലബ്ബ് പോലെ എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ ആയിട്ട് അവർക്ക് ഒരു സേവിംഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാം. അതിലൂടെ ശേഖരിക്കുന്ന മണി അവർക്ക് നല്ല രീതിയിൽ ചെലവഴിക്കാൻ പറ്റും അല്ലെ? ലിങ്കിങ് വിത്ത് ഗവൺമെന്റ് സർവീസസ് ടു റിപ്പോർട്ട് ഇഷ്യൂസ് ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ്. ഇനി അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഗവൺമെന്റ് സർവീസസിനോട് അവർക്ക് ഹെൽപ്പ് ചോദിക്കാം, റിപ്പോർട്ട്സ് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യാം. ഇതെല്ലാം ഈ ക്ലബ് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത് വെറുതെ ഒരു ക്ലബ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ചേഞ്ചസ് കമ്മ്യൂണിറ്റിയിലും സ്കൂളിന്റെ അകത്തും കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും. നെക്സ്റ്റ്, ഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ചൈൽഡ് റൈറ്റ് ക്ലബ്. ഇനി എങ്ങനെ നമുക്ക് ഇത്തരം ക്ലബ്ബ് ഫോം ചെയ്യാം, അതിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ. സ്കൂൾസിന്റെ സൈഡിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ഒരു സപ്പോർട്ടും ഗൈഡൻസും ഇത്തരം ക്ലബിന് ആവശ്യമാണ് കേട്ടോ. ഫസ്റ്റ് വൺ, സ്കൂൾസിന്റെ സപ്പോർട്ട്. നെക്സ്റ്റ് വൺ, ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചേഴ്സിന് കുട്ടികളെ ലീഡ് ചെയ്യാനും നല്ല സജഷൻസ് കൊടുക്കാനും സാധിക്കണം. ഇനി ഇത്തരം ക്ലബ്സ് ഫോം ചെയ്യുമ്പോൾ അവർക്ക് റെഗുലർ ആയിട്ടുള്ള മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കണം അല്ലെ? ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ള റെഗുലർ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കണം. ഇനി ഈച്ച് ക്ലബ് ഷുഡ് ഹാവ് അപ് ടു 30 മെമ്പേഴ്സ് ടു മാനേജ് ഇറ്റ് വെൽ. മിനിമം 30 മെമ്പേഴ്സ് ഇത്തരം ചൈൽഡ് റൈറ്റ് ക്ലബ്സിൽ ഉണ്ടായിരിക്കണം. മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മെമ്പേഴ്സിൽ തന്നെ നമുക്ക് ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാം. പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെമ്പേഴ്സിൽ തന്നെ നമുക്ക് ലീഡേഴ്സിനെയും സെലക്ട് ചെയ്യാം കേട്ടോ. വേരിയസ് ആക്ടിവിറ്റീസ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം സ്ഥാനമാനങ്ങളും കൊടുക്കാവുന്നതാണ് മെമ്പേഴ്സിൽ. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ചൈൽഡ് റൈറ്റ് ക്ലബ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് തോന്നുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ചൈൽഡ് റൈറ്റ് ക്ലബ്സ് ഇൻ സ്കൂൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഹെൽപ്സ് ചിൽഡ്രൻ ടു നോ കേസസ് ടു ബി റിപ്പോർട്ടഡ് വെൻ അറൈസസ്. ഒരു പ്രശ്നം വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ട കേസ് ആണോ, ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് ആണോ എന്നതിനെ കുറിച്ചിട്ടൊരു അവയർനെസ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. കാരണം ദേ ആർ ഗെറ്റിംഗ് ഇനഫ് എഡ്യൂക്കേഷൻ ഫ്രം ദീസ് clubs. Allows children to nurture their talents in order to unleash their potential and abilities. നമ്മുടെ അബിലിറ്റി, നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്ത് കാണിക്കാനും നമ്മുടെ ടാലന്റിനെ നർച്ചർ ചെയ്യാനും പറ്റുന്ന ഒരു ചാൻസ് ആണ് ഇത്തരം ക്ലബ്സ് എല്ലാം അല്ലെ? Equip children with skills and knowledge that help them take care of themselves. നമുക്ക് നമ്മളെ തന്നെ എന്താ പറയാ ടേക്ക് കെയർ ചെയ്യാനും നമ്മളെ സംരക്ഷിക്കാനും പറ്റുന്ന തരത്തിൽ കുട്ടികൾക്ക് സ്കിൽസ് ആൻഡ് നോളജ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. അലൗസ് ചിൽഡ്രൻ ടു നോ ടൈപ്സ് ഓഫ് ചൈൽഡ് അബ്യൂസ് ഇൻ ആൻഡ് അറൌണ്ട് സ്കൂൾ കമ്മ്യൂണിറ്റീസ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ചൈൽഡ് അബ്യൂസ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, സ്കൂളിന്റെ അകത്തായിക്കോട്ടെ കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കുട്ടികളിൽ ഉണ്ടായിരിക്കണം കേട്ടോ. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ചൈൽഡ് റൈറ്റ് ക്ലബ്. പലതരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ ഇതിലുണ്ട്. ഫസ്റ്റ് വൺ, വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ആണ്. ചിൽഡ്രൻ ഷുഡ് ചൂസ് ടു ജോയിൻ ദ ക്ലബ് വിത്തൗട്ട് ബീങ് ഫോഴ്സ്ഡ്. വോളണ്ടറി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തരത്തിലും കുട്ടീനെ ഫോഴ്സ് ചെയ്യാതെ തന്നെ ക്ലബിൽ ജോയിൻ ചെയ്യാൻ കുട്ടി ജോയിൻ ചെയ്യാൻ കുട്ടിക്ക് ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്,
സേഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ എൻവയോൺമെന്റ്. നമ്മുടെ ക്ലബ് എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം കേട്ടോ. കുട്ടിക്ക് വളരെ റെസ്പെക്ട് കിട്ടുന്നതും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനും പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മുടെ ക്ലബ്ബ്. നെക്സ്റ്റ്, അവയർനെസ് ആൻഡ് ട്രെയിനിങ്. കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസും ട്രെയിനിങ്സും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെതിരെ ആക്ഷൻസ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് കൊടുക്കണം. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻക്ലൂഷൻ. എല്ലാ കുട്ടികളും, അത് ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ, ഈക്വലി ട്രീറ്റ് ചെയ്യാനും എല്ലാവർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഈക്വൽ ചാൻസ് കൊടുക്കാനും സാധിക്കണം. നെക്സ്റ്റ്, നോൺ ഡിസ്ക്രിമിനേഷൻ. ഒരു കുട്ടീനെയും നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ ബേസിസിലോ ജെൻഡർ ബേസ്ഡോ ക്ലാസ് ബേസ്ഡോ റിലീജിയൻ ബേസ്ഡോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ കുട്ടീനെയും നമുക്ക് ഈക്വലി കാണാൻ സാധിക്കണം കേട്ടോ. അപ്പൊ ഒരു ചൈൽഡ് റൈറ്റ് ക്ലബ്സിൽ ഒരു കുട്ടീനെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. അതൊരു സേഫ് പ്ലേസ് ആയിരിക്കണം. ഇനഫ് ട്രെയിനിങ്സും അവയർനെസ്സും എല്ലാം കിട്ടണം. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ റോൾ ഓഫ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റീസ്. ഇനി നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി SMCയുടെ റോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ വാട്ട് ഇസ് SMC? ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഫോംഡ് ഇൻ എവറി സ്കൂൾ ടു ഹെൽപ്പ് മാനേജ് ആൻഡ് ഇംപ്രൂവ് ദ സ്കൂൾ. സ്കൂളിനെ ഹെൽപ്പ് ചെയ്യാനും അവര് വേറൊരു തരത്തിലോട്ട് ഇംപ്രൂവ് ചെയ്യാനും മാനേജ് ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് മേക്ക് ഷുവർ ദാറ്റ് ചിൽഡ്രൻ അറ്റൻഡ് സ്കൂൾ, എസ്പെഷ്യലി ദോസ് ഫ്രം പുവർ ഓർ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ഫാമിലീസ്. അപ്പൊ ഇത്തരം കമ്മിറ്റീസ് മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികൾ, അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഫാമിലീസിലെ ഒരു കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഫാമിലീസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്കൂൾ മിസ്സാവുന്നില്ല എന്നുള്ളത് ഇത്തരം കമ്മിറ്റീസിന് എൻഷുർ ചെയ്യാൻ സാധിക്കണം. ഇനി ഈ ഒരു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുക? പാരന്റ്സ് ഉണ്ടായിരിക്കും, ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ ഉണ്ടാവും, പിന്നെ ലോക്കൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ലൈക്ക് വില്ലേജ് അസിസ്റ്റന്റോ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഇത്തരം മാനേജ്മെന്റ് കമ്മിറ്റീസിൽ ഉണ്ടാവാം കേട്ടോ. സോ വാട്ട് ഡസ് ദ SMC ഡു? ഈ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എന്താ ചെയ്യുന്നത്? അവർ ഒരുപാട് സ്കൂൾ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യും അല്ലെ. നമ്മുടെ സ്കൂൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് റൺ ചെയ്യുന്നതെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കും, അതിന് വേണ്ട ഡിസ്കഷൻസ് നടത്തും. മേക്ക് ഷുവർ ഓൾ ചിൽഡ്രൻ എസ്പെഷ്യലി ദോസ് ഫ്രം പുവർ ഫാമിലീസ് ഗെറ്റ് ആൻ എഡ്യൂക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പുവർ ഫാമിലീസിൽ നിന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. നെക്സ്റ്റ്, കോമ്പോസിഷൻ ഓഫ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാനേജ്മെന്റ് കമ്മിറ്റിയിൽ പാരന്റ്സും ടീച്ചേഴ്സും ബാക്കി കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരിക്കും അല്ലെ. അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എത്രത്തോളം ആണെന്നുള്ളത് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ്, എവറി സ്കൂൾ ഷുഡ് ഹാവ് എ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അക്കോർഡിംഗ് ടു ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. സെക്കൻഡ് വൺ, അറ്റ്ലീസ്റ്റ് ഈ ഒരു കമ്മിറ്റിയിലെ 75% എന്ന് പറയുന്നത് പാരന്റ്സോ അല്ലെങ്കിൽ ഗാർഡിയൻസോ ആയിരിക്കണം. ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സോ ഗാർഡിയൻസോ ആയിരിക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ ഒരു കമ്മിറ്റിയിൽ 1/3 ഭാഗം, 1/3 ഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളായിരിക്കണം. റിമൈനിങ് 25% നമുക്ക് പഞ്ചായത്ത് മെമ്പറോ മുനിസിപ്പൽ ബോഡിയോ ഒക്കെ ആവും. അപ്പൊ 75% പാരന്റ് വിഭാഗവും 25% ബാക്കി ലോക്കൽ അതോറിറ്റിയിൽ നിന്നുള്ള ആളുകളുമാണ് ഉണ്ടാവേണ്ടത്. പിന്നെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, ലോക്കൽ എഡ്യൂക്കേഷൻ എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. ഇവരെല്ലാം സ്കൂൾ കമ്മിറ്റിന്റെ ഭാഗമാണ്. ഇനി അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ പാരന്റ് മെമ്പേഴ്സ് മസ്റ്റ് ബി ഫ്രം ഡിസ്അഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഈ 75% മെമ്പേഴ്സ് പാരന്റ്സ് ആവണം എന്ന് പറഞ്ഞില്ലേ, അതിൽ തന്നെ 50% ഈ ഒരു പുവർ ഫാമിലീസിലുള്ള പാരന്റ്സോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള പാരന്റ്സോ ആയിരിക്കണം കേട്ടോ. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിന്റെ ഫംഗ്ഷൻസ് ആണ് അത്. പിന്നെ ഇനി ഈ ഒരു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സ്കൂളിലെ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് നടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അതെല്ലാം ഇതിന്റെ ഫംഗ്ഷൻസ് ആണ്. ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ് ചെക്ക് ചെയ്യുക, കുട്ടികൾക്ക് പഠനം വളരെ കൃത്യമാണോ എന്നുള്ളത് നോക്കുക, എല്ലാ കുട്ടികളും സ്കൂളിൽ വരുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക, ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ഔട്ട് ഓഫ് സ്കൂൾ ചിൽഡ്രൻ. ഇനി ഐഡന്റിഫൈങ് ചിൽഡ്രൻ ഓവർ 6 years old who are not in school and make sure they are placed in the right class. 6 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ആയിട്ട് പോലും സ്കൂളിൽ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം കുട്ടികളെ കണ്ടുപിടിച്ച് സ്കൂൾ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാം. എൻഷുർ ദാറ്റ് നോ ടീച്ചർ ഷോൾ എൻഗേജ് സ്റ്റുഡൻസ് ഇൻ പ്രൈവറ്റ് ട്യൂഷൻ. എൻഷുർ ചെയ്യുക നമ്മുടെ ടീച്ചേഴ്സ് ഒരിക്കലും നമ്മുടെ അനുവാദം ഇല്ലാതെയോ നമ്മുടെ കുട്ടികൾക്ക് വേറെ പ്രൈവറ്റ് ട്യൂഷൻസ് ഒന്നും എടുക്കുന്നില്ല എന്നുള്ളത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എൻഷുർ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി സ്കൂൾ ഡെവലപ്മെന്റ്
പ്ലാൻ. ഇനി നമ്മൾ സ്കൂൾ ഡെവലപ്മെന്റൽ പ്ലാൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെ മോണിറ്റർ ചെയ്യാം, അത് നമുക്ക് എങ്ങനെ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. ഒരു സ്കൂളിന് വേണ്ട ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ എല്ലാ വർഷത്തേക്കും വേണ്ട പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് കേട്ടോ. വെൻ ടു പ്രിപ്പയർ ദ പ്ലാൻ? ഇനി ഈ ഒരു സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മുടെ ഒരു അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആവുന്നതിന്റെ 3 മാസം, മിനിമം 3 മാസം മുന്നേ എങ്കിലും ആയിരിക്കും അവർ ഈ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വാട്ട് ഷുഡ് ബി ഇൻ ദ പ്ലാൻ? ഇനി ഈ പ്ലാനിൽ എന്താ വേണ്ടതെന്നറിയോ? നമ്മുടെ നെക്സ്റ്റ് 3 ഇയർ പീരിയഡിലോട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് സ്റ്റുഡന്റ് എൻറോൾമെന്റ് എസ്റ്റിമേറ്റ്, അതായത് എത്ര കുട്ടികൾ നമ്മുടെ ക്ലാസ് വൈസ് എത്ര കുട്ടികൾ ഉണ്ടായിരിക്കും, എത്ര ഡിവിഷൻസ് വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളും, ടീച്ചർ റിക്വയർമെന്റ്സ് അല്ലെ, എത്ര അഡീഷണൽ ടീച്ചേഴ്സിനെ വേണം എന്നുള്ള കാര്യങ്ങളും, ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിങ്സ് ഇനി ആവശ്യമുണ്ടോ, ബാക്കി മെറ്റീരിയൽസിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, പിന്നെ കുട്ടികൾക്ക് ബുക്സ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ യൂണിഫോം, ബാക്കി റിക്വയർമെന്റ്സ്, പിന്നെ ഫിനാൻഷ്യലി ഉള്ള എല്ലാ കാര്യങ്ങളും, ഇതെല്ലാം ഈ ഒരു സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാനിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? SMC ആണ് കേട്ടോ. ഈ ഒരു സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്ലാനിൽ വരുന്നതായിരിക്കും. Next, monitoring of utilization of grants received from appropriate government, local authority or any other source. ഇനി സ്കൂൾ ആവുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്രാൻസ് കിട്ടൂലേ? ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും കിട്ടാം, ലോക്കൽ അതോറിറ്റിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും സംഭാവന ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള ഗ്രാൻസ് എല്ലാം നമ്മുടെ സ്കൂളിന് കിട്ടും അല്ലെ. അപ്പോൾ പ്രിപ്പയർ ആൻ ആനുവൽ എക്സ്പെൻഡിച്ചർ ഓഫ് സ്കൂൾ. ആനുവൽ അക്കൗണ്ട് ഷുഡ് ബി സൈൻഡ് ബൈ ചെയർപേഴ്സൺ ഓർ വൈസ് ചെയർപേഴ്സൺ ഓഫ് ദ കമ്മിറ്റി. അതായത് സ്കൂളിന് ഇത്തരം ഗ്രാൻസ് കിട്ടുമ്പോൾ ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടുകയാണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ള കണക്ക് സ്കൂളിന്റെ കയ്യിൽ വേണം. ഒരു ആനുവൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് സ്കൂളിന്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ. ഇനി ആ ഒരു ആനുവൽ അക്കൗണ്ട് ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയിലെ വൈസ് ചെയർപേഴ്സണോ റിപ്പോർട്ട് ചെയ്യേണ്ടതും അവരതിനെ നോക്കി സൈൻ ചെയ്യേണ്ടതുമാണ് കേട്ടോ. ഇനി പെർഫോമൻസ് ഓഫ് അതർ ഫംഗ്ഷൻസ്, സ്കൂളിലെ ബാക്കി ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതാണ്. പോളിസി ഫോർമുലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കമ്മിറ്റി ആവുമ്പോൾ പോളിസീസും ഗൈഡ് ലൈൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ടായിരിക്കും, അത് ഫോളോ ചെയ്യുക. സ്റ്റുഡന്റ് ഡിസിപ്ലിൻ വ്യക്തമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സ്പോർട്സ്, ആർട്സ്, ഇതെല്ലാം സ്കൂളിൽ നടക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ടീച്ചർ അപ്പോയിന്റ്മെന്റ്സ്, ആവശ്യമെങ്കിൽ ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, ബാക്കി സ്റ്റാഫ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുക. മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, അതായത് നമ്മുടെ സ്കൂളിലെ ഓവറോൾ കാര്യങ്ങൾ, ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, കുട്ടികളുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഓവറോൾ ഇതെല്ലാം മോണിറ്റർ ചെയ്യേണ്ടത് SMC ആണ്, അതായത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ചാപ്റ്ററിന്റെ എൻഡിലോട്ട് എത്തുകയാണ്. വാട്ട് ആർ ദ ചലഞ്ചസ് ഓഫ് ടീച്ചേഴ്സ് ആസ് ചൈൽഡ് റൈറ്റ് പ്രാക്ടീഷണേഴ്സ്. നമ്മൾ പറഞ്ഞു നമ്മുടെ സ്കൂളിൽ ചൈൽഡ് റൈറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ടീച്ചേഴ്സിന്റെ റോളാണ് അല്ലെ. പക്ഷെ ടീച്ചേഴ്സ് എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കിയാലോ. ടീച്ചേഴ്സ് ഹാസ് ടു ഫൈൻഡ് പോസിബിൾ സൊല്യൂഷൻസ് ഇഫ് എ ചൈൽഡ് ഇൻ ദർ ക്ലാസ് റൂം ഈസ് ഐഡന്റിഫൈഡ് വിത്ത് എനി അബ്യൂസ്. നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് ആരാണ്? ടീച്ചർ തന്നെയാണ് അല്ലെ. ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ ചൈൽഡ് ഡസ് നോട്ട് കം ടു ആൻ എൻഡ് ഓഫ് യു ആർ ഔട്ട് ഓഫ് ദ സ്കൂൾ പ്രമിസസ്. അതായത് നമ്മൾ സ്കൂൾ അവർ കഴിഞ്ഞാലും സ്കൂൾ പ്രമിസസിന് പുറത്തു പോയാലും ഒരിക്കലും ഒരു ടീച്ചേഴ്സിന്റെ ജോലി അവിടെ അവസാനിക്കുന്നില്ല. എന്തൊക്കെയാണ് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചറിന്റെ ഡ്യൂട്ടി? അവയർനെസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് എല്ലാ തരത്തിലുള്ള ലേണിംഗും കൊടുക്കാൻ കഴിയണം, നമ്മളൊരു നല്ല ഫ്രണ്ടും ഒരു നല്ല ഗൈഡും ആയിരിക്കണം, കുട്ടികളുമായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ വ്യൂസും കൺസേൺസും പേടിയും എല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കാനും ആസ് എ ടീച്ചർ നമുക്ക് കഴിയണം അല്ലെ. വി ഷുഡ് ബി എ ഗുഡ് ലിസണർ. നമ്മൾ എന്താണ് സ്കൂൾ അതോറിറ്റിയുമായിട്ട് മീറ്റിംഗ്സ്, കുട്ടികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മീറ്റിംഗ്സ് ജനറേറ്റ് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. ഡിസ്ക്രിമിനേഷന് കംപ്ലീറ്റ്ലി നോ പറയാൻ ടീച്ചേഴ്സിനെ സാധിക്കുള്ളൂ, അത് ടീച്ചേഴ്സ് ചെയ്തേ പറ്റുള്ളൂ. കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കുക അല്ലെ, ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതെല്ലാമാണ് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചർ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. നെക്സ്റ്റ്, what are the challenges teachers face in practicing child right protection? നമ്മുടെ സ്കൂളിൽ ചൈൽഡ് റൈറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് മതിയായിട്ടുള്ള ട്രെയിനിങ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത്തരം പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ കഴിയോ, ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയോ? ഇല്ല. അപ്പൊ ടീച്ചേഴ്സിന് ലാക്ക് ഓഫ് ട്രെയിനിങ് ഒരു വലിയ ചാലഞ്ച് ആണ്. നെക്സ്റ്റ് വൺ, ലാർജ് സൈസ് ക്ലാസ് റൂം അല്ലെ. നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ഒരു ക്ലാസ് റൂം ആണെന്നുണ്ടെങ്കിൽ, ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവറേജ് 40 സ്റ്റുഡൻസിനെ അല്ലേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എങ്ങനെ അവർക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റും? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലെ. നെക്സ്റ്റ്, ലാക്ക് ഓഫ് സപ്പോർട്ടീവ് പോളിസീസ് ആൻഡ് സർവീസസ് ഇൻ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ കൗൺസിലിങ്ങോ ബാക്കി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സിസ്റ്റമോ സർവീസസോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക? ഇറ്റ്സ് എ വെരി ബിഗ് ട്രബിൾ. നെക്സ്റ്റ്, ട്രഡീഷണൽ അപ്രോച്ച് ടു ടീച്ചിങ് ആൻഡ് ഡിസിപ്ലിനിങ് സ്റ്റുഡൻസ്. നമ്മൾ ആ ഒരു പഴയ ടീച്ചിങ് രീതി ഇപ്പോഴും തുടർന്ന് വരുന്ന സ്കൂളാണെങ്കിൽ അല്ലെ, കുട്ടികളെ അടിച്ചുകൊണ്ട് ഡിസിപ്ലിൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ തല്ലിക്കൊണ്ടുള്ള ഒരു ട്രഡീഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് പാരന്റൽ ഇൻവോൾവ്മെന്റ്. അതായത് പാരന്റ്സ് പലതരത്തിലും ബിസി ആയിരിക്കും അല്ലെ. അപ്പൊ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബിഹേവിയർ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഡ്യൂട്ടി ടീച്ചേഴ്സിനാണ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ടീച്ചേഴ്സിന് ഒരു ചലഞ്ചിങ് ആണ്, പാരന്റൽ ഇൻവോൾവ്മെന്റ് ഇല്ലാതിരിക്കുന്നത്. സോ ഓൾ ദീസ് ആർ, ടീച്ചേഴ്സും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് പാരന്റ്സിന്റെ സൈഡിൽ നിന്നും കമ്മ്യൂണിറ്റിന്റെ സൈഡിൽ നിന്നും ടീച്ചേഴ്സിന് കിട്ടണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇത്തരം ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ടീച്ചേഴ്സിന് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതിൽ സ്കൂളിന്റെ റോൾ എന്താണ്, ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്, കമ്മ്യൂണിറ്റിന്റെ റോൾ എന്താണ്, സ്കൂളിൽ കണ്ടുവരുന്ന സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിന്റെ റോൾ എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂളിൽ ഫോക്കസ് ചെയ്യുന്നത്, ചൈൽഡ് റൈറ്റ് ക്ലബ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, കുട്ടികൾക്ക് അത് എത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരുന്നത്, ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് കൺസെപ്റ്റ്സ് എല്ലാം ഒരു മൈൻഡിൽ ലോഡ് ചെയ്ത് വെച്ചാൽ മതി. എല്ലാ ടീച്ചേഴ്സ് ആസ് എ ടീച്ചർ നമുക്ക് ഓർത്തെടുക്കാവുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അല്ലെ. അത്ര തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. ഒരു നല്ല ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ, അതാണ് നമ്മുടെ സമൂഹവും നമ്മുടെ കുട്ടികളും നമ്മുടെ പാരന്റ്സും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അല്ലെ. സോ ആസ് ടീച്ചേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്കും സാധിക്കണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റേഴ്സ്. ഐ ഹോപ്പ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇഫ് എനി ഡൗട്ട് ഇസ് there, come and meet me, will clear those things. Okay, പേഴ്സണലായിട്ട് വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും PPT ബേസിക് പഠിക്കാൻ നോക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് മീറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.